Good morning, my dear students. So today I am here in front of you with a new chapter in chemistry, that is hydrocarbons, and it is one of the important topics in organic chemistry. So methyl hexane. So next is the preparations of alkanes. വളരെ important ആയിട്ടുള്ള preparations ആണ് നമ്മൾ organic chemistry start ചെയ്യുവാണ്. വളരെ important ആയിട്ടുള്ള കുറച്ച് preparations ആണ് നമ്മൾ പഠിക്കുന്നത്. And these are the basic preparations of organic compounds. And alkanes can be prepared in many ways by unsaturated hydrocarbons, from alkyl halides and from carboxylic acid. In detail we will study all of them. Okay, so from unsaturated hydrocarbons. എന്താണ് unsaturated hydrocarbons എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നത്. സോ ഹിയർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസും ഡൈഹൈഡ്രജൻ, ദാറ്റ് ഈസ് H2, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആയ ene or ine can be treated with dihydrogen in presence of platinum, palladium, nickel catalyst, and we will get alkane. Okay, ഈ റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോജനേഷൻ. ദാറ്റ് മീൻസ് ദ റിയാക്ഷൻ ഈസ് ഗോയിങ് ത്രൂ ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. സോ ഏതെങ്കിലും ഒരു അൺസാച്ചുറേറ്റഡ് മീൻസ് ഇനിയും നമുക്ക് എന്തെങ്കിലും ഗ്രൂപ്പുകളെ ആഡ് ചെയ്ത് സാച്ചുറേറ്റഡ് ആക്കാം. അത്തരം ഗ്രൂപ്പുകളുടെ കൂടെ ഏതെങ്കിലും ഒരു ഈൻ ഓർ ഐൻ അതിനോടൊപ്പം ഡൈഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ, we will get alkane. Okay, so this reaction is also called as hydrogenation. That means addition of hydrogen. And ഇവിടെ ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. This is ethene and added with dihydrogen in presence of platinum, palladium, nickel, and we will get ethane. അതുപോലെ ഇവിടെ CH3 C triple bond CH, ഇത് ഒരു പ്രൊപ്പീൻ കോമ്പൗണ്ട് ആണ്, പ്രൊപ്പൈൻ കോമ്പൗണ്ട് ആണ്, in presence of platinum, palladium, nickel, and we are adding dihydrogen and the product is propane. ഇതാണ് നമ്മുടെ ആൽക്കീൻസിന്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ. ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ടു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം, പലേഡിയം ആൻഡ് നിക്കൽ. വി വിൽ ഗെറ്റ് ആൽക്കേൻസ്. ഓക്കെ, ക്ലിയർ? And next preparation is preparation from alkyl halide. Alkyl halide എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ അതിനെ കോമൺ ആയിട്ട് RX എന്നാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് R എന്ന് പറയുന്നത് ഒരു ആൽക്കൈൽ, ദാറ്റ് മീൻസ് CH3 C2H5 ഇതുപോലുള്ള ഗ്രൂപ്പുകളെയാണ്, അല്ലെ C3H6 ഇതുപോലുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് X is a halogen. X is a halogen. Halogen means fluorine, chlorine, bromine, iodine, ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഒരു ഹാലോജൻ ഗ്രൂപ്പും ജോയിൻ ചെയ്യുമ്പോഴാണ് ഇറ്റ് വിൽ ബിക്കം ആൻ ആൽക്കൈൽ ഹാലൈഡ്. സോ വെൻ ആൽക്കൈൽ ഹാലൈഡ് എക്സെപ്റ്റ് ഫ്ലൂറിൻ, ഈ ഒരു റിയാക്ഷൻ ഫ്ലൂറിൻ ചെയ്യത്തില്ല. അതിന്റെ റീസൺ നമ്മൾ പറയും. ആൽക്കൈൽ ഹാലൈഡും ഡൈഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് HCl. HCl എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആസിഡിന്റെ പ്രസൻസ്, ലോട്ട് ഓഫ് പ്രോട്ടോൺസ് ടു ബി പ്രൊവൈഡഡ്. സോ ഫോർ പ്രൊവൈഡിങ് H plus we are using dilute HCl. So alkyl halide accept fluorine in presence of hydrogen, dihydrogen gas. In the presence of zinc and dilute HCl, alkanes are obtained. So this is the next preparation of alkanes. എങ്ങനെയാണ്? once more, alkyl halide accept fluorine in presence of dihydrogen and in the presence of catalyst like zinc and dilute HCl, we will get alkanes. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. This is an example for alkyl halide. See, CH3Cl. എന്താണ് അതിന് നമ്മൾ പറയുന്ന പേര്? methyl chloride, that is chloroform in presence by adding dihydrogen in the presence of zinc and H plus, the product we are getting is methane, and byproduct എന്ന് പറയുന്നത് HCl നമുക്ക് കിട്ടും. അതായത് ഈ ഒരു മീഥൈൽ ക്ലോറൈഡിൽ മീഥൈൽ ക്ലോറിന്
ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ വന്ന് ഇവിടെ ആഡ് ചെയ്യുന്നു, ഒരു ക്ലോറിൻ ഹൈഡ്രജന്റെ ഒപ്പം ഈ ഒരു ക്ലോറിൻ മറ്റൊരു ഹൈഡ്രജന്റെ ഒപ്പം പോകുന്നു. ദാറ്റ് ഈസ് മീഥെയ്ൻ ആൻഡ് HCl. ക്ലിയർ? ആൻഡ് ഇവിടെ നമ്മൾ എടുക്കുന്ന ബ്രോമിൻ ആണ്, ഈഥെയ്ൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ദിസ് ഈസ് ബ്രോമോ ഈഥെയ്ൻ. ബ്രോമോ ഈഥെയ്നിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അപ്പം ബ്രോമോ ഈഥെയ്നിൽ ഈ ഒരു ബോണ്ട് ബ്രോമിനും ഈഥെയ്ൻ ഗ്രൂപ്പും ആയിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഹൈഡ്രജൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് C2H6 ആകുന്നു. ഈ ബ്രോമിൻ ഇനിയുള്ള ഒരു ഹൈഡ്രജനുമായിട്ട് HBr ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് C2H6. Clear? So this is the second preparation of alkanes, that is from alkyl halide. Alkyl halide fluorine ഒഴികെ ബാക്കി ഏതെങ്കിലും ഒരു alkyl halide in the presence of zinc and dilute HCl we are adding dihydrogen. The products obtained are alkanes. Clear? So the next reaction അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു റിയാക്ഷനാണ്, മറ്റൊരു രീതിയിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. ഇവിടെ 2 മോളിക്യൂൾ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എടുക്കും. അതെന്തിനാണ് ഞാൻ പറയാം. ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് ഡ്രൈ ഈതർ. സോഡിയം മെറ്റലും ഡ്രൈ ഈതറും വെച്ചാണ് നമ്മൾ ഇവിടെ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹിയർ ദ പ്രോഡക്റ്റ് ഈസ് ആൽക്കൈൽ. വൺസ് മോർ, alkyl halide in presence of sodium metal and dry ether, the product will be alkane. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡും സോഡിയം മെറ്റലും ഡ്രൈ ഈതറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഒരു ആൽക്കെയിൻ അവിടെ ഉണ്ടാകുന്നു. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് നെയിം റിയാക്ഷൻ ഇൻ ദിസ് ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെയിം റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയിം റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. വൺസ് മോർ, ഒരു ആൽക്കൈൽ ഹാലൈഡും സോഡിയം മെറ്റലും ഡ്രൈ ഈതറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ, ഡ്രൈ ഈതർ മീൻസ് മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത, വിതൗട്ട് മോയ്സ്ചർ, ഫ്രീ ഫ്രം മോയ്സ്ചർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ സിറ്റുവേഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ പ്രോഡക്റ്റ് വിൽ ബി ആൽക്കെയ്ൻസ്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. CH3Br, ബ്രോമോമീഥെയ്ൻ. ബ്രോമോമീഥെയ്ൻ ഇൻ പ്രസൻസ് 2 മോളിക്യൂൾ ആണ്. ഇവിടെ ഒരു BrCH3 എടുത്തിട്ടുണ്ട്, CH3Br രണ്ടും തിരിച്ചെഴുതിയേക്കുന്നതാണ്. ഇൻ പ്രസൻസ് ഓഫ് സോഡിയം മെറ്റൽ ആൻഡ് ഡ്രൈ ഈതർ. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈഥെയ്ൻ ആണ്. ഈ ഒരു ബോണ്ടും ബ്രേക്ക് ആവുന്നു, ഈ ഒരു ബോണ്ടും ബ്രേക്ക് ആകുന്നു, ഈ ഒരു ബോണ്ടും ബ്രേക്ക് ആവുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ജോയിൻ ചെയ്യുവാണ്. ആൻഡ് ദിസ് ബ്രോമിൻ വിൽ എലിമിനേറ്റ് ആസ് NaBr. ഓക്കെ, അപ്പോൾ 2 ആൽക്കൈൽ ഹാലൈഡ്, ഒരു ഹാലോജനും ആൽക്കൈൽ ഗ്രൂപ്പും ഉള്ള 2 മോളിക്യൂൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. 2 ഇതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോഡിയം മെറ്റലിന്റെ പ്രസൻസിൽ ഡ്രൈ ഈതറിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈഥെയ്ൻ ആയിരിക്കും. ആൻഡ് ഹിയർ നമ്മൾ എടുക്കുന്നത് ബ്രോമോ ഈഥെയ്ൻ ആണ് എടുക്കുന്നത്. ഇവിടെയും സെയിം രീതിയിൽ ഈ ബോണ്ടും ബ്രേക്കായി ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ബ്രോമിൻ വിൽ ഗോസ് വിത്ത് ദ സോഡിയം ആൻഡ് ദ റിമൈനിങ് വിൽ ബി NaBr, and this is the alkane. Clear? This is called as Woods reaction, and alkyl halide in presence of sodium metal in dry ether condition we will get is isomerization. Isomer എന്താണെന്ന് നമ്മൾ പഠിച്ചു. സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. ഇവിടുത്തെ ഐസോമറൈസേഷനിൽ നമ്മൾ എടുക്കുന്ന നോർമൽ ആൽക്കീൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ദാറ്റ് ഈസ് ഹൈഡ്രേഷൻ ഇല്ലാത്ത, വാട്ടർ പ്രസൻസ് ഇല്ലാത്ത അലൂമിനിയം ക്ലോറൈഡിന്റെയും HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിന്റെയും പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻസ് ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഐസോമേഴ്സ് ആയിരിക്കും, ഡിഫറെന്റ് ഐസോമേഴ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ നോർമൽ ആൽക്കെയിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ് in presence of aluminum chloride, unhydrous aluminum chloride and hydrogen chloride gas. There will be, the products will be branched chain alkanes. ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. CH3CH2 4 times CH3. ഇതിനെ നമ്മൾ അലൂമിനിയം ക്ലോറൈഡിന്റെയും അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെയും HClന്റെയും പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പം 2 പ്രോഡക്ട്സ്, ഇതുപോലുള്ള 2 ടൈപ്പ് പ്രോഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഐസോമറൈസേഷൻ
reaction. Next one is aromatization. Aroma means flavor or smell. അപ്പം അതെങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഈ ഒരു റിയാക്ഷന്റെ മറ്റൊരു പേരാണ് ഡീഹൈഡ്രോജനേഷൻ. ഓർ ഈ റിയാക്ഷനെ നമ്മൾ ഡീഹൈഡ്രോജനേറ്റഡ് എന്നാണ് പറയുന്നത്. സോ നോർമൽ ആൽക്കെയിൻസ്, ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൽക്കെയിൻസ് 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ഉള്ള ആൽക്കെയിൻസിനെ വേണം നമ്മൾ ഈ റിയാക്ഷൻ എടുക്കാനായിട്ട്. നമുക്കൊരു റിംഗ് കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് പ്രഷർ അല്ലെങ്കിൽ ഓക്സൈഡ്സ്. ഏതെങ്കിലും ഒരു വനേഡിയത്തിന്റെയോ മോളിബ്ഡിനത്തിന്റെയോ ക്രോമിയത്തിന്റെയോ ഏതെങ്കിലും ഒരു ഓക്സൈഡും അതുപോലെ പ്രഷറിൽ ഹീറ്റ് ചെയ്യാണ്. ഓൾസോ ഇൻ ദ പ്രസൻസ് ഓഫ് അലൂമിന നമുക്ക് കിട്ടുന്ന സാധനം ബെൻസീൻ ആയിരിക്കും. ദാറ്റ് ഈസ് ദ റിംഗ് കോമ്പൗണ്ട്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് 1 2 3 4 5 6 നോർമൽ ഹെക്സെയിൻ ആണ് എടുക്കുന്നത്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, അതുപോലെ 773 കെൽവിൻ ടെമ്പറേച്ചർ, 10 to 20 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദെൻ ദ പ്രോഡക്റ്റ് വിൽ ബി ബെൻസീൻ. ബെൻസീന്റെ 2 സ്ട്രക്ചർ, റെസണൻസ് സ്ട്രക്ചേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദീസ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ആരോമ. സോ നെക്സ്റ്റ് ഈസ് conformations. So conformations എന്ന് പറയുന്നത് these are spatial arrangements of atoms which can be converted into another by rotation around carbon single bond. കാർബൺ സിംഗിൾ ബോണ്ടിന് ചുറ്റും ഒരു റൊട്ടേഷൻ നടത്തിക്കൊണ്ട് അതിൽ പൊസിഷൻ ഉള്ള ഹൈഡ്രജൻസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിന്റെ സ്പേസിനെ ചേഞ്ച് ചെയ്യുന്ന അല്ലെ അറേഞ്ച്മെന്റിനെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ കൺഫർമേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു റിപ്പൾസീവ് ഇന്ററാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. ആൻഡ് ഹിയർ these are the different types of conformations of ethane molecule. നമ്മൾ കൺഫർമേഷൻസ് 2 രീതിയിലാണ് പറയുന്നത്. One is Sohor's and the other is Newman projection. Sohor's projection എന്നും ന്യൂമാൻ പ്രൊജക്ഷൻ എന്നുമാണ് നമ്മൾ കൺഫർമേഷൻസിനെ പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ പുതിയതായിട്ടാണ് പഠിക്കുന്നത്. സോ ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന അറേഞ്ച്മെന്റിൽ വരുന്ന ഡിഫറൻസ്, ദാറ്റ് ഈസ് കൺഫർമേഷൻസ്. രണ്ടും തന്നെ സോഴ്സ് ആണെങ്കിലും എക്ലിപ്സ്ഡ് ഫോമും സ്റ്റാഗേർഡ് ഫോമും ഉണ്ട്. ഈ ഫ്രണ്ടിൽ വരുന്ന 3 ഹൈഡ്രജൻ ഈതേൻ എന്ന് പറയുമ്പം CH3 രണ്ടും ഈതേൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇക്വറ്റോറിയലായിട്ട് ആക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വരുന്നത് തിരിഞ്ഞു വരുന്ന 2 സൈഡിലും ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഒരേപോലെയാണ് ഹൈഡ്രജന്റെ അറേഞ്ച്മെന്റ്. പക്ഷേ സ്റ്റാഗേർഡ് ഫോമിൽ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എക്ലിപ്സ്ഡ് ഫോം. ഫ്രണ്ടും ബാക്കും സെയിം രീതിയിൽ അറേഞ്ച് ചെയ്ത് വരുന്നതാണ് എക്ലിപ്സ്ഡ് ഫോം. ബട്ട് സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുമ്പോൾ ഒരെണ്ണം സ്ട്രെയിറ്റും ഒരെണ്ണം തിരിഞ്ഞും വരുന്നതാണ് സ്റ്റാഗേർഡ് ഫോം. സോഹോഴ്സ് പ്രൊജക്ഷനിൽ സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളില് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് ഇവിടെ നമ്മൾ ആ CH3 കാണിക്കുന്നത്. ഈ ഫ്രണ്ടിൽ വരുന്നതാണ് ഈ CH3 എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ എക്ലിപ്സ്ഡ് ഫോം. ആൻഡ് സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു മോളിക്യൂള് ബാക്ക് സൈഡിലുള്ള സർക്കിൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇതുപോലെ ഹൈഡ്രജൻ വരുന്നത്. സോ ഇതേ ഹൈഡ്രജന്റെ ബാക്കിൽ ഹൈഡ്രജൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജന്റെ നേരെ ബാക്കിൽ വരുന്നതാണ് എക്ലിപ്സ്ഡ് ഫോം, ബാക്കിൽ വരുന്നത്. അതേസമയം സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുമ്പോൾ ഈ ബാക്കിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ഇങ്ങനെ ചരിഞ്ഞ് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. ദാറ്റ് ഈസ് സ്റ്റാഗേർഡ് ഫോം. ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഡൈഹീഡ്രൽ ആംഗിൾ ഓർ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓർ ആംഗിൾ ഓഫ് ടോർഷൻ എന്നും നമുക്ക് ഈ ഒരു ആംഗിളിനെ പറയാം. സ്റ്റാഗേർഡ് ഫോമിലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ആംഗിൾ വരുന്നത്. ആംഗിളിന്റെ ഒരു വാല്യൂ കൂടുതൽ വരുന്നത് സ്റ്റാഗേർഡ് ഫോമിലായിരിക്കും. ഇതാണ് നമ്മൾ ഈത്തേന്റെ ന്യൂമാൻ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. സോ എക്ലിപ്സ്ഡ് ഫോം ഓഫ് ന്യൂമാൻ പ്രൊജക്ഷൻ ആൻഡ് സ്റ്റാഗേർഡ് ഫോം. ആൻഡ് ഇത് എക്ലിപ്സ്ഡ് ഫോം ആൻഡ് സ്റ്റാഗേർഡ് ഫോം ഓഫ് സോഹോഴ്സ് പ്രൊജക്ഷൻ. അപ്പൊ 2 രീതിയിലാണ് നമ്മൾ ആ പ്രൊജക്ഷൻസ്. ജസ്റ്റ് ആ ഒരു ഹൈഡ്രജന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വരച്ച് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ്
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കൺഫോർമേഷൻസ്. കൺഫോർമേഷൻസിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എപ്പോഴും സ്റ്റാഗേർഡ് ഫോമിനായിരിക്കും ലീസ്റ്റ് ആയിട്ടുള്ള ടോർഷൻ ഉള്ളത്, ആ ഒരു ടെൻഷൻ ഉള്ളത് സ്റ്റാഗേർഡ് ഫോം ആയിരിക്കും. അതുപോലെ എക്ലിപ്സ്ഡ് ഫോമിനായിരിക്കും മാക്സിമം ടോർഷണൽ സ്ട്രെയിൻ അനുഭവപ്പെടുന്നത്. സോ ഓൾവേസ് സ്റ്റാഗേർഡ് ഫോം ഹാസ് ലീസ്റ്റ് torsional strain and eclipsed form has maximum torsional strain. ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ് അടുത്തത് പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡ് അതായത് RX എന്ന് പറയുന്നത് RX എന്ന് പറയുന്ന സ്പീഷീസ്, ദാറ്റ് ഈസ് R എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്, X എന്ന് പറയുന്നത് ഒരു ഹാലോജൻ ഗ്രൂപ്പ് ആയിരിക്കും. അതിൽ നമ്മൾ ആൽക്കഹോളിക് പൊട്ടാഷ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കീൻസ് കിട്ടും. ഈ ഒരു റിയാക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഹാലോജൻ ആറ്റം എലിമിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ വി ക്യാൻ പ്രിപ്പയർ ആൽക്കീൻസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് പൊട്ടാഷ് ആൻഡ് ദ റിയാക്ഷൻ വിൽ ഫോർവേഡ് ബൈ എലിമിനേറ്റിംഗ് എ ഹാലോജൻ ആറ്റം. സോ ഇതിന്റെ മറ്റൊരു പേര്, ഈ ടൈപ്പ് റിയാക്ഷൻ ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ആൽക്കീൻ പ്രിപ്പയർ ചെയ്യുന്ന ഈ റിയാക്ഷന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ. അതായത് ഒരു ഹൈഡ്രജനെയും ഒരു ഹാലോജനെയും മാറ്റുന്ന റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ. സോ ഇത് ഈ ഒരു റിയാക്ഷൻ, ഈ ടൈപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ദാറ്റ് മീൻസ് ബീറ്റ ഹൈഡ്രജൻ ആയിരിക്കും അവിടെ മെയിൻ ആയിട്ട്, ബീറ്റ പൊസിഷനിൽ വരുന്ന ഹൈഡ്രജനെ ആയിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. സി ഇവിടുത്തെ എക്സാമ്പിൾ, ഈ കാർബണിലുള്ളത് ആൽഫ പൊസിഷനും ഈ കാർബണിലുള്ളത് ബീറ്റ പൊസിഷനുമാണ്. സോ ഈ ഒരു ഹൈഡ്രജനെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബൈ ഗിവിംഗ് ടെമ്പറേച്ചർ ദ പ്രോഡക്റ്റ് വിൽ ബി ഈതീൻ. ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് എക്സാമ്പിൾ ഫോർ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ബീറ്റ പൊസിഷനിലെ ഹൈഡ്രജൻ ആയിരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ആരെ എലിമിനേറ്റ് ചെയ്യുന്നു? ഒരു ഹാലോജൻ ആറ്റത്തിനെയും എലിമിനേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ ഓഫ് preparation of alkenes from alkyl halide in presence of alcoholic potash. Potash ആൽക്കഹോളിന്റെ പ്രസൻസ്, ആൽക്കഹോൾ ആഡ് ചെയ്തിട്ടുള്ള പൊട്ടാഷ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ദാറ്റ് ഈസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ മറ്റൊരു പേരാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൽക്കഹോളിക് പൊട്ടാഷിന്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹൈഡ്രജൻ ബീറ്റ പൊസിഷനിലെ ഹൈഡ്രജൻ പോകുമ്പം ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അവിടെ ഡബിൾ ബോണ്ട് വരുന്നത്. ഓക്കെ, അതായത് ബീറ്റ പൊസിഷനിലുള്ള ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോണ്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ദാറ്റ് മീൻസ് HX എന്ന് പറയുന്ന സ്പീഷീസ്. X മീൻസ് എനി ഹാലോജൻ ലൈക്ക് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എക്സെട്ര. ഏതെങ്കിലും ഒരു ഹാലോജൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഹാലൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ആൽക്കീൻസിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും കിട്ടുന്നത്. ആൽക്കീനിൽ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ദാറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH2. ഒരു ആൽക്കീൻ എടുത്തു, അതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് HF ആയിരിക്കും, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C2H5F. ദാറ്റ് ഈസ് ഈ ഫ്ലൂറോ ഈതീൻ ആയിരിക്കും, ഫ്ലൂറോ ഈതേൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ആൽക്കൈൽ ഹാലൈഡ്. ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ റിയാക്ടിവിറ്റി പറയുകയാണെങ്കിൽ അയഡിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ, പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി വരുന്ന അയഡിൻ ആയിരിക്കും. നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH2 plus HI, then the product will be CH2 CH2I. ഈ ഒരു പ്രോഡക്റ്റ് CH
ടു ഐ. ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ ഓഫ് hydrogen halides with alkenes. So moving to next reaction, addition reaction of HBr to സിമെട്രിക്കൽ ആൽക്കീൻസ്. സിമെട്രിക്കൽ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് കാർബൺ ഹൈഡ്രജൻ വരുന്നതിനെയാണ് സിമെട്രിക്കൽ ആൽക്കീൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ സിമെട്രിക്കൽ ആൽക്കീൻസിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന എന്താണ്? HBr ആണ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, ഒരു റൂളിനെ ബേസ് ചെയ്ത് വരുന്ന റിയാക്ഷൻ ആണ്. സോ പ്ലീസ് റിമെമ്പർ ഇറ്റ്. ആൻഡ് വി ആർ ആഡിങ് HBr, ഹൈഡ്രജൻ ബ്രോമൈഡ് ടു സിമെട്രിക്കൽ ആൽക്കീൻസ്. സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻസിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ പോവാണ്? HBr ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ എടുത്തിരിക്കുന്ന ഈഥീൻ ആണ്. ഈഥീനിലേക്ക് HBr ആഡ് ചെയ്യുവാണ്. ആൻഡ് വി വിൽ ഗെറ്റ് CH3CH2Br. എന്തുകൊണ്ടാണ് നമുക്ക് ഈ Br ഒരിടത്തും ഹൈഡ്രജൻ ഒരിടത്തും ആഡ് ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. HBr ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ ഈ പൊസിഷനിലാണ് ബ്രോമിൻ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ, ഈ പൊസിഷനിൽ ഹൈഡ്രജനും ഈ പൊസിഷനിൽ ബ്രോമിന് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് ഇതിന്റെ റീസൺ എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ വി ആർ ആഡിങ് ഹൈഡ്രജൻ ബ്രോമൈഡ് മോളിക്യൂൾ ടു എ സിമെട്രിക്കൽ ആൽക്കീൻ. സോ നോക്കിക്കേ, നമ്മൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രോഡക്ട്സ് കിട്ടാം. മേ ബി CH3CHBr, ഈ പൊസിഷനിൽ ഡബിൾ ബോണ്ടിലും ഇവിടെയോ ആ ബ്രോമിൻ ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് CH 1 2 3, ഇതിൽ സെക്കൻഡ് പൊസിഷനിലോ തേർഡ് പൊസിഷനിലോ ബ്രോമിനോ ഹൈഡ്രജനോ ആഡ് ചെയ്യാം. പക്ഷേ നമുക്ക് കിട്ടിയ രണ്ട് പ്രോഡക്ട്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ഹൈഡ്രജനിലും കിട്ടാം, ഈ ഒരു ഹൈഡ്രജനിലും കിട്ടാം. ഫസ്റ്റ് പ്രോഡക്റ്റിൽ ഇവിടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, സെക്കൻഡിലാണെങ്കിൽ തേർഡ് പൊസിഷനിലുള്ള കാർബണിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദിസ് അഡീഷൻ വിൽ ഗോ അക്കോർഡിംഗ് ടു റൂൾ കോൾഡ് മാർക്കോവ്-നിക്കോസ് റൂൾ. ഈ റൂളിനെ പറയുന്ന പേരാണ് മാർക്കോവ്-നിക്കോസ് റൂൾ. ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ addendum gets attached to that carbon atom which possess lesser number of hydrogen atom. ഏറ്റവും കുറച്ച് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്കായിരിക്കും ഈ ഒരു അഡൻഡം, ഈ ഒരു അഡീഷൻ മോളിക്യൂളിന്റെ നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ, ഇവിടെ നെഗറ്റീവ് HBr എന്ന സ്പീഷീസിൽ H+ഉം ബ്രോമിൻ മൈനസും ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഏത് കാർബണിലാണോ വളരെ കുറച്ച് ഹൈഡ്രജൻ ഉള്ളത് ആ കാർബണിലേക്കായിരിക്കും ഈ നെഗറ്റീവ് പാർട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മാർക്കോവ്-നിക്കോസ് റൂൾ. ദാറ്റ് മീൻസ് ഏത് സ്പീഷീസ്, ഏത് കാർബൺ നമ്മൾ എടുക്കുന്ന ആൽക്കീന്റെ ഏത് കാർബണിലാണോ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് ആ കാർബണിലോട്ടായിരിക്കും നമ്മൾ എടുക്കുന്ന ഈ അഡൻഡം മീൻസ് അഡീഷൻ പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റിന്റെ നെഗറ്റീവ് പാർട്ട് ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് മാർക്കോവ്-നിക്കോസ് റൂൾ. ക്ലിയർ? വൺസ് മോർ, negative part of the addendum will attach to that carbon where it contains lesser number of hydrogen. എണ്ണം കുറവുള്ള ഹൈഡ്രജന്റെ എണ്ണം കുറവ് ഏത് കാർബണിലാണോ, ഡബിൾ ബോണ്ട് പൊസസ് ചെയ്യുന്ന ഏത് കാർബണിലാണോ വളരെ കുറച്ച് ഹൈഡ്രജൻ ഉള്ളത് ആ ഹൈഡ്രജനിലായിരിക്കും നമ്മൾ എടുക്കുന്ന ആ അഡൻഡത്തിന്റെ നെഗറ്റീവ് പാർട്ട് പോയി അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് പൊസിഷനിലെ കാർബണിന് ഒരു ഹൈഡ്രജനേ ഉള്ളൂ, തേർഡ് പൊസിഷനിലെ കാർബണിന് 2 ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെസർ നമ്പർ ഹൈഡ്രജൻ പൊസസ് ചെയ്യുന്നത് സെക്കൻഡ് കാർബൺ ആയിരിക്കും. സോ ദിസ് പ്രോഡക്റ്റ് വിൽ ബി formed according to Markov-Nichols rule. So ഈ ഒരു കേസിൽ ഇവിടെ സെക്കൻഡ് പൊസിഷൻ CH3 CHBr CH3 ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. എന്തിനെ ബേസ് ചെയ്താണ്? മാർക്കോവ്-നിക്കോസ് റൂളിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ക്ലിയർ? സോ ഇനി ഇതിന്റെ മെക്കാനിസം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഇവിടെ എടുത്തിരിക്കുന്നത്
CH3 CH CH2 plus HBr in presence of H plus. ഇവിടെ രണ്ട് രീതിയിൽ കാർബൺ പ്രോഡക്റ്റ് ഉണ്ടാകാം. ഒന്നില് ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതിന് പ്ലസ് ചാർജും പ്ലസ് Br മൈനസും ആകാം. അതുപോലെ ഇവിടെ CH3 ആയിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ആ ഹൈഡ്രജനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് CH3Br ആകാം. ഇവിടെ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ സ്റ്റെബിലിറ്റി കുറവായിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെയോ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ ഹിയർ CH3 CH2 CH2 പ്ലസ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് CH3 CH CH3 ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. കാരണം ഇവിടെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ പ്ലസ് ചാർജ് ഉള്ള സ്പീഷീസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കുറവുള്ള ഒരു കാർബോകാറ്റയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. രണ്ടാമത് ഇവിടെ സെക്കൻഡറി കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് പ്രൈമറി കാർബോകാറ്റയോണിനെക്കാളും കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ ദാറ്റ് മീൻസ് ഈ Br മൈനസ് എന്ത് ചെയ്യാണ്, ഈ ഒരു CH പ്ലസിലേക്കാണ്, അതായത് നേരത്തെ നമ്മൾ ഇവിടെ എഴുതിയ ഈ ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും CH പ്ലസ് ഈ ഗ്രൂപ്പിലേക്കായിരിക്കും ആ ബ്രോമിൻ ആറ്റം വരുന്നത്. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഏതിലാണോ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഏത് സ്റ്റേബിൾ ആകുമോ ആ ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും ആ ബ്രോമിൻ ആഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന നമ്മൾ ഡിസയർ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH Br CH3. ക്ലിയർ? അതായത് പ്രൈമറി കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് സെക്കൻഡറിയെക്കാളും സ്റ്റെബിലിറ്റി കുറവാണ്, സെക്കൻഡറിക്കാണ് കൂടുതൽ. സോ ദാറ്റ് മീൻസ് എവിടെയാണോ സെക്കൻഡറി കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും ആ ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് മാർക്കോവ്-നിക്കോസ് റൂൾ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്നാണ് ആന്റി മാർക്കോവ്-നിക്കോസ് റൂൾ. ഇതിന് മറ്റ് രണ്ട് പേര് കൂടിയുണ്ട്, ആന്റി മാർക്കോവ്-നിക്കോസ് റൂൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ നെഗറ്റീവ് പാർട്ട് ലെസർ നമ്പർ ഓഫ് കാർബൺ ഹൈഡ്രജൻ ഉള്ള കാർബൺ അറ്റാച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ അതേ റൂളിന്റെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണ് ആന്റി മാർക്കോവ്-നിക്കോസ് റൂളിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കറാഷ് ഇഫക്റ്റ് ഓർ പെറോക്സൈഡ് ഇഫക്റ്റ്. എന്താണ് കറാഷ് ഇഫക്റ്റ് അല്ലെ ക്രാഷ് ഇഫക്റ്റ്? കറാഷ് ഇഫക്റ്റ് ഒക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം, ക്രാഷ് ഇഫക്റ്റ് ഓർ പെറോക്സൈഡ് ഇഫക്റ്റ്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സെയിം അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനാണ് എടുത്തത്, HBr ആഡ് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ പെറോക്സൈഡ് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ പെറോക്സൈഡിന്റെ പ്രസൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ഓപ്പോസിറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് നേരത്തെ മാർക്കോവ്-നിക്കോസ് റൂളിനനുസരിച്ച് CH Br CH3 ഇതാണ് ശരിക്കും വരേണ്ട പ്രോഡക്റ്റ്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നിട്ട് ഈ ബ്രോമിൻ ആറ്റം മാറി പകരം CH Br ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്കിവിടെ ഫോം ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ആന്റി മാർക്കോവ്-നിക്കോസ് റൂൾ ഓർ crash effect. In the presence of peroxide in the presence addition of HBr to unsymmetrical alkene take place contrary to Markov-Nichols rule. Peroxide in the presence Markov-Nichols rule alla നടക്കുന്നത്, അവിടെ ആന്റി മാർക്കോവ്-നിക്കോസ് റൂൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് crash effect or peroxide effect. How can we prepare alkynes from calcium carbide? ഫസ്റ്റ് നമ്മൾ പറയുന്നത് കാൽഷ്യം കാർബൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. കാൽഷ്യവും കാർബണും കൂടെ ചേർന്ന് വരുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെറ്റ് സ്റ്റഡി ദ പ്രിപ്പറേഷൻ ഓഫ് കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ കോക്ക് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാൽഷ്യം കാർബൈഡ് കിട്ടുന്നത്. ഈ കാൽഷ്യം കാർബൈഡും വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈതൈൻ മോളിക്യൂൾ കിട്ടുന്നത്. സോ കാൽഷ്യം കാർബൈഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷനിലാണ് ഈതൈൻ ഫോം ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് വെൻ കാൽഷ്യം കാർബൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ഈതൈൻ മോളിക്യൂൾ ഈസ് ഫോം. ദിസ് ഈസ് ദ സിമ്പിൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ഫ്രം കാൽഷ്യം carbide. So next reaction is
ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ റിയാക്ഷൻ ആണ് വിസിനൽ ഡൈഹാലൈഡിൽ നിന്നുള്ള ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻ. വിസിനൽ ഡൈഹാലൈഡിൽ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ ഹാലൈഡ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആൽക്കീനൈൽ ഹാലൈഡ് കിട്ടുന്നത്. ഈ ആൽക്കീനൈൽ ഹാലൈഡിനെ സോഡമൈഡ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽക്കൈൻ കിട്ടുന്നത്. സോ വൺസ് മോർ, വെൻ വിസിനൽ ഹാലൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, there is dehydrohalogenition. One molecule of hydrogen halide is removed and the product is alkynyl halide. ഈ ആൽക്കിനൈൽ ഹാലൈഡിനെ നമ്മൾ സോഡമൈഡ്, ദാറ്റ് ഈസ് NaNH2 സോഡമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽക്കൈൻ കിട്ടുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ വെച്ച് പഠിക്കാം. ഇവിടെ ഞാനൊരു വിസിനൽ ഡൈഹാലൈഡ് എഴുതിയിട്ടുണ്ട്. 2 കാർബൺ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നതാണ്. ഈ വിസിനൽ ഡൈഹാലൈഡിലേക്ക്, ഡൈഹാലൈഡ് മീൻസ് ദർ ഇസ് 2 ബ്രോമിൻ ആറ്റംസ്, അതിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആൽക്കിനൈൽ ഹാലൈഡ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇതിൽ സോഡമൈഡ് NaNH2 സോഡമൈഡ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ethine കിട്ടുന്നു. So this is a simple reaction of preparation of alkyne from vicinal dihalide. Once more, vicinal dihalide is treated with alcoholic potassium hydroxide in the and the product obtained will be alkynyl halide. When it is treated with sodamide, alkyne is obtained. This is one of a dehydrohalogenation reaction. Okay, so next is addition of water. നമ്മൾ ആൽക്കൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇൻ പ്രസൻസ് ഓഫ് മെർക്കുറി ആൻഡ് ആസിഡ് ദ പ്രോഡക്റ്റ് വിൽ ബി അൻ ആൽക്കഹോൾ. ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടിൽ ആൽക്കഹോൾ ആയിരിക്കും വരുന്നത്. ഇതിനെ നമ്മൾ ഐസോമറൈസ് ചെയ്യാണ്. അതായത് ഈ OH-നെ നമ്മൾ ഇങ്ങോട്ട്, ഇതിൽ ഹൈഡ്രജനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോണ്ട് എന്ന് പറയും, നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് CH3CH ഡബിൾ ബോണ്ടോ ഒരു ആൽഡിഹൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ആൻ ആൽഡിഹൈഡ് ആൻഡ് ദിസ് ഈസ് ആൻ ആൽക്കഹോൾ. ഒരു ആൽക്കഹോളിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ആൽഡിഹൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ബൈ ദി അഡീഷൻ ഓഫ് വാട്ടർ. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഒബ്റ്റെയിൻഡ് ആൻഡ് polyethene is obtained. Polyethene is obtained and in cyclic polymerization, when we polymerize 3 molecules of ethine, the product will be benzene at a condition of red hot iron tube and 873 Kelvin. So next is the preparation of benzene. വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ ഈസ് ഡീകാർബോക്സിലേഷൻ ഓഫ് ആരോമാറ്റിക് ആസിഡ്. ഇവിടെ നമുക്ക് സോഡിയം ഡെറിവേറ്റീവ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് COOH ആണ് നമ്മുടെ ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് സോഡിയം ഡെറിവേറ്റീവ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ NaOH ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് വി ആർ ഹീറ്റിംഗ്. സോ വി വിൽ ഗെറ്റ് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ബെൻസീൻ ആൻഡ് Na2CO3 ആയിരിക്കും കിട്ടുന്നത്. സോ ദിസ് ഈസ് ഡീകാർബോക്സിലേഷൻ. ഈ CO- എന്ന് പറയുന്ന സ്പീഷീസിനെ ഒഴിവാക്കുന്ന, അല്ലെ റിയാക്ഷനിൽ നിന്ന് മാറ്റുന്ന ഒരു റിയാക്ഷനെ നമ്മൾ ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ആരോമാറ്റിക് ആസിഡ് ആണ്. അതിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് ആൻഡ് ഹീറ്റ് ചെയ്യുവാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആവുന്നു. ആ ബോണ്ട് ബ്രേക്ക് ആയിട്ട് നമുക്ക് ബെൻസീൻ റിങ്ങും Na2CO3യും കിട്ടുന്നു. സോ ദിസ് ഈസ് സിമ്പിൾ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. നെക്സ്റ്റ് റിയാക്ഷൻ ഈസ് റിഡക്ഷൻ ഓഫ് ഫീനോൾ. ഫീനോൾ എന്താണെന്ന് നമുക്കറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആസിഡ് ആണ് ഫീനോൾ എന്ന് പറയുന്നത്. റിങ്ങിൽ OH വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫീനോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫീനോളിന് നമ്മൾ സിങ്ക് മെറ്റലുമായിട്ട് ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ OH പോയിട്ട് സിങ്കും OH ആയിട്ട് പോകുമ്പോൾ നമുക്ക് ബെൻസീൻ റിങ്ങും ZnO ആയിട്ട് കിട്ടും. So next we are moving to very important reactions. The first one is electrophilic substitution reactions. നമുക്കറിയാം എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരു ഗ്രൂപ്പോ ആറ്റമോ അയോണോ മാറി അവിടെ മറ്റൊരു ഗ്രൂപ്പോ ആറ്റമോ അയോണോ വരുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
ആ വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നത് ഒരു ഇലക്ട്രോഫൈൽ ആണ് എന്നുണ്ടെങ്കിൽ, ഇലക്ട്രോഫൈൽ മീൻസ് ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ നമ്മുടെ ഫസ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നൈട്രേഷൻ ആണ്. നൈട്രോ ഗ്രൂപ്പ് ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് അവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്ന ആരാണ്? NO2 ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ബെൻസീൻ റിംഗ് എടുത്തു. നമുക്ക് നൈട്രേഷൻ ചെയ്യാനായിട്ട് ആവശ്യം, അതായത് റിംഗിൽ NO2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരാളെ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് HNO3. ആൻഡ് ഈ നൈട്രേഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആകാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് അവിടെ NO2 ഗ്രൂപ്പ് വന്നിരിക്കാൻ സഹായിക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. സോ ബെൻസീനിലേക്ക് നമ്മൾ മിക്സ്ചർ, നൈട്രേറ്റിംഗ് മിക്സ്ചർ ആണ് ആഡ് ചെയ്യുന്നത്. സോ ഹിയർ കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് കോൺസെൻട്രേറ്റഡ് HNO3 ഈസ് കോൾഡ് ആസ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. ആൻഡ് വി ആർ ഹീറ്റിംഗ് ദിസ് മിക്സ്ചർ ആൻഡ് വി വിൽ ഗെറ്റ് നൈട്രോ ഗ്രൂപ്പ് അറ്റ് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിലെ ഒരു ഫസ്റ്റ് പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദ റിമൈനിങ് പ്രോഡക്റ്റ് ഈസ് വാട്ടർ. ഇതിന്ന് റിമൈനിങ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. സോ ദിസ് ഈസ് ദ നൈട്രേഷൻ ഓഫ് ബെൻസീൻ. നെക്സ്റ്റ് റിയാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് ഫ്രിഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ഫ്രിഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ. ഫസ്റ്റ് നമുക്ക് ആൽക്കൈലേഷൻ നോക്കാം. ആൽക്കൈലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഫ്രിഡൽ-ക്രാഫ്റ്റിന്റെ ഏതൊരു റിയാക്ഷൻ എടുത്താലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ദാറ്റ് മീൻസ് മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഇല്ലാത്ത ഒരു കോമ്പൗണ്ട് ദാറ്റ് ഈസ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഫ്രിഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആയാലും ഫ്രിഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ ആയാലും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആയിരിക്കും. ആൽക്കൈലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ആൽക്കൈൽ ഹാലൈഡിന്റെ പ്രസൻസിലായിരിക്കും നമ്മൾ ഈ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ബെൻസീൻ പ്ലസ് CH3Cl methyl chloride in presence of anhydrous aluminum chloride, the product will be toluene. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോളുവിൻ ആയിരിക്കും. ഇവിടെ ഈ CH3Cl എന്നുള്ള ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഈ ഒരു ഗ്രൂപ്പാണ് ഇവിടെ വന്ന് ഒക്കുപ്പൈ ചെയ്യുന്നത്. ആൻഡ് ഇവിടെയുള്ള ഈ പൊസിഷനിലുള്ള ഹൈഡ്രജൻ ഈ ക്ലോറിന്റെ കൂട്ടത്തിൽ HCl ആയിട്ട് നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഇവിടെ CH2Cl ആണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3C2H5 ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മൾ എടുക്കുന്നത് വിത്ത് എ ഹാലോജൻ. സോ ഇവിടെ CH3 ആണെന്നുണ്ടെങ്കിൽ C2H5Cl എടുക്കുമ്പോൾ നമുക്ക് റിംഗിൽ റീപ്ലേസ് ആവുന്നത് C2H5 ആയിരിക്കും. പ്ലസ് ഈ Clഉം ഇവിടെ ആ ബെൻസീൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് റിമൂവ് ആയിട്ടുള്ള ഹൈഡ്രജനും കൂടെ ആയിട്ട് HCl ആയിരിക്കും നമ്മുടെ ബൈ പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ബെൻസീൻ റിയാക്ടിങ് വിത്ത് ആൻ ആൽക്കൈൽ ഹാലൈഡ് and in the presence of anhydrous aluminum chloride, the product will be alkyl benzene. So ഈ കിട്ടുന്ന പ്രോഡക്ട്സിനെ പറയുന്ന പേരാണ് alkyl benzene. So next we are moving to acylation, and here benzene is reacting with an acyl group. ഈ CH3COCl എന്ന് പറയുന്നത് actually CH3C double bond O Cl. This is acyl group and it is again reacting with anhydrous aluminum chloride. ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കീറ്റോ ഗ്രൂപ്പ് വന്ന് ബെൻസീൻ റിംഗിൽ ഒക്കുപ്പൈ ചെയ്യും. ദാറ്റ് ഈസ് ഈ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ആയിട്ട് ആ ഒരു പൊസിഷൻ ബെൻസീൻ്റെ ഫസ്റ്റ് പൊസിഷനിലെ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് അവിടെ CH3CO ഗ്രൂപ്പ് വന്നിരിക്കും. പ്ലസ് Clഉം അവിടുന്ന് റിമൂവ് ചെയ്ത HCl ആയിട്ട് നമുക്ക് ബൈ പ്രോഡക്റ്റ് കിട്ടും. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ്. ദിസ് ഈസ് കോൾഡ് ആസ് അസറ്റിക് അൺഹൈഡ്രൈഡ്. CH3CO twice O. This is acetic anhydride. Benzene when reacts with acetic anhydride, the presence of anhydrous aluminum chloride, the product obtained is same CH3CO ആയിരിക്കും. പക്ഷേ അവിടുത്തെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? സോ അസൈലേഷൻ മീൻസ് ബെൻസീൻ റിയാക്ടിംഗ് വിത്ത് അസൈൽ ക്ലോറൈഡ് ഓർ എനി അസൈൽ ഗ്രൂപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ദ പ്രോഡക്റ്റ് വിൽ ബി എ കീറ്റോ ഗ്രൂപ്പ്. സോ ദീസ് ടു റിയാക്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നൗ വി ആർ മൂവിങ് ടു
താങ്ക് യു.